കാറിന്റെ ഡോറ് ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? കാറിന്റെ ഡോർ. ഡോർ ഓഫ് ദി കാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചറിന്റെ ബാഗ് ഇതെങ്ങനെയാ പറയാ? ടീച്ചേഴ്സ് ബാഗ്. ബാഗ് ഓഫ് ദി ടീച്ചർ. കൺഫ്യൂഷനായി. ടീച്ചേഴ്സ് ബാഗ്. അതെന്താ വ്യത്യാസം? എന്താ? ടീച്ചർ ഒരാളെ എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഗസ് ചെയ്താണ്. ടീച്ചറിന്റെ ടീച്ചർ പറഞ്ഞ ഒരാള്, കാർ ഒരു സാധനം. കറക്കി കുത്തിയതാണെങ്കിലും ശരിയാണ്. അതെ. അപ്പൊ നമ്മളൊരു പൊസിഷൻ പറയുമ്പം ഒരാളുടെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ ഒരു സാധനം എന്നൊക്കെ പറയുമ്പം ഇഫ് ഇറ്റ്സ് എൻ ഇന്നാനിമേറ്റ് ഓബ്ജക്റ്റ്, അതായത് ഒരു നോൺ ലിവിങ് തിങ് ആണ്, ഒരു ഓബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ യൂസ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഓഫ് ദ എന്നുള്ളൊരു യൂസേജ് യൂസ് ചെയ്യണം. ദ ഡോർ ഓഫ് ദ കാർ. അതേപോലെ വീടിന്റെ റൂഫ് എന്ന് പറയുമ്പം ദ റൂഫ് ഓഫ് ദി ഹൗസ്. ഈ ഒരു ജാറിന്റെ മൂടി എന്നെങ്ങനെ പറയാ? ലിഡ് ഓഫ് ദി ജാർ. ദ ലിഡ് ഓഫ് ദി ജാർ. ഓക്കെ. വീടിന്റെ ഫൗണ്ടേഷൻ എന്നെങ്ങനെ പറയാ? ദി ഫൗണ്ടേഷൻ ഓഫ് ദി ഹൗസ്. അപ്പൊ ഈ ഓഫ് ദ എന്നുള്ളൊരു യൂസേജ് യൂസ് ചെയ്യണം. നേരെ മറിച്ച് ഒരു ലിവിങ് ബീങ് ആണെന്നുണ്ടെങ്കിൽ ദെൻ അവിടെ നമുക്ക് ഈ ഓഫ് ദയുടെ ആവശ്യമില്ല, നേരെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അബ്ഷീസ് ബാഗ്. അബ്ഷീസ് ബാഗ്. ഇപ്പം പട്ടിയുടെ വാലെന്ന് എങ്ങനെ പറയാം? ഡോഗ്സ് ടെയിൽ. ഡോഗ്സ് ടെയിൽ എന്ന് പറയാം. അതേപോലെ വൈഷ്ണവിയുടെ ഫോൺ അതെങ്ങനെയാ പറയാന്നുള്ളത് ഐഷ പറയണ്ട, നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം.